വിദ്യാർത്ഥിയുടെ ഹിജാബിനെ ചൊല്ലി തർക്കമുണ്ടാവുക, സ്കൂൾ അടച്ചിടുക, അതും നമ്മുടെ കേരളത്തിൽ. സ്കൂളിൽ സംസാരിച്ച് തീരേണ്ടിയിരുന്ന വിഷയം വിവാദമാകുന്നതെങ്ങനെ? ഒരു 8ാം ക്ലാസ്സുകാരിയെ രാഷ്ട്രീയ മുതലെടുപ്പാക്കാനുള്ള ശ്രമമാണോ നടക്കുന്നത്? ലെറ്റ്സ് സ്പീക്ക് അപ്പ്. ഹിജാബ് ധരിക്കണം എന്ന ആവശ്യവുമായി ഒരു 8ാം ക്ലാസ്സുകാരി വിദ്യാർത്ഥി രംഗത്ത് വരുന്നു. കൊച്ചി പള്ളുരുത്തി സെന്റ് റീറ്റാസ് സ്കൂളിലെ വിദ്യാർത്ഥിയാണ് ഹിജാബ് ധരിച്ച് സ്കൂളിലെത്തിയത്. യൂണിഫോമിൽ ഇല്ലാത്ത മറ്റു വസ്ത്രങ്ങൾ പറ്റില്ലെന്ന് സ്കൂൾ അധികൃതർ വിദ്യാർത്ഥിയോട് തറപ്പിച്ച് പറയുന്നതോടെയാണ് വിഷയം ചർച്ചയായി മാറുന്നത്. രാഷ്ട്രീയവും മതവും എല്ലാം കലർന്ന് കാര്യങ്ങൾ ആകെ കുഴഞ്ഞു. വിദ്യാഭ്യാസ വകുപ്പ് ഇടപെട്ടതോടെ വിഷയത്തിന്റെ നിറം മാറി. വിട്ടുവീഴ്ചയില്ലാതെ സ്കൂൾ മുന്നോട്ടു പോകാൻ ഉറച്ചതോടെയാണ് പ്രശ്നം കൂടുതൽ വഷളാക്കിയത്. പിന്നീട് സ്കൂളിൽ നടന്ന സമവായ ചർച്ചയിൽ എല്ലാം ഒത്തുതീർപ്പായിരുന്നു. എന്നാൽ അവിടേക്കാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എത്തുന്നത്. ഹിജാബ് വിഷയത്തിൽ സ്കൂളിന് വീഴ്ച പറ്റി. ഹിജാബ് ധരിച്ച് സ്കൂളിലെത്താൻ അധികൃതർ കുട്ടിയെ അനുവദിക്കണമെന്നായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശം. മന്ത്രിയുടെ പ്രസ്താവന ആശങ്കയുണ്ടാക്കുന്നത് എന്നായിരുന്നു സ്കൂളിന്റെ നിയമവിദഗ്ധരുടെ പ്രതികരണം. യൂണിഫോമിന്റെ കാര്യത്തിൽ മാനേജ്മെന്റിന് തീരുമാനമെടുക്കാമെന്നും വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശത്തിനെതിരെ കോടതിയെ സമീപിക്കുകയും ചെയ്യുമെന്ന നിലപാടായി സ്കൂളിൻ്റേത്. അതോടെ സ്കൂളിൽ തന്നെ സമവായത്തിനെത്തിയെങ്കിൽ നല്ലതെന്നും യൂണിഫോം തീരുമാനിക്കുന്നത് സ്കൂൾ മാനേജ്മെന്റ് തന്നെയാണെന്നും പറഞ്ഞ് വിദ്യാഭ്യാസ മന്ത്രി നിലപാട് മയപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ ഇതോടെ തീർന്നു എന്ന് വിചാരിച്ചിരുന്ന പ്രശ്നം പിന്നീട് ആളിക്കത്തുകയാണ് ഉണ്ടായത്. 2 ദിവസം അടച്ചിട്ട സ്കൂൾ പോലീസ് സുരക്ഷയിൽ തുറന്നെങ്കിലും സ്കൂൾ ചട്ടങ്ങൾ പാലിച്ച് പഠനം തുടരാമെന്ന് തീരുമാനിച്ചിരുന്ന വിദ്യാർത്ഥി സ്കൂളിൽ വരാതെയായി. കുട്ടിയെ സ്കൂളിൽ നിന്നും പുറത്താക്കിയതാണെന്നുള്ള ആരോപണങ്ങൾ ഉയർന്നു. ആരുടെയും ഭീഷണിക്ക് വഴങ്ങില്ല എന്ന പ്രസ്താവനയുമായി കത്തോലിക്ക കോൺഗ്രസും രംഗത്തെത്തി. ഇതിനിടയിൽ കുട്ടിയെ ഇനി സെന്റ് റീറ്റാസ് സ്കൂളിലേക്ക് അയക്കുന്നില്ല എന്നും TC വാങ്ങുകയാണെന്നുമായി വിദ്യാർത്ഥിയുടെ പിതാവ്. കുട്ടി ധരിച്ച ഹിജാബ് മറ്റു വിദ്യാർത്ഥികളെ ഭയപ്പെടുത്തുന്നു എന്നതും സ്കൂളിൽ ഹിജാബ് നിരോധിക്കാൻ കാരണം ഇന്ത്യൻ മതേതരത്വത്തിന്റെയും സംസ്കാരത്തിന്റെയും ഭാഗമായാണ് തുടങ്ങിയ പ്രിൻസിപ്പാളുടെ പ്രസ്താവന വിദ്യാർത്ഥിയെ മാനസികമായി തളർത്തി എന്നായിരുന്നു പിതാവ് പറഞ്ഞത്. തൊട്ടു പിന്നാലെ സ്കൂൾ പ്രിൻസിപ്പൽ എഴുതി തയ്യാറാക്കിയ പ്രതികരണവുമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തുകയും കൂടി ചെയ്തു. കൂടെ നിന്ന് സഹകരിക്കുന്നവർക്കുള്ള നന്ദി പറച്ചിലായിരുന്നു പ്രിൻസിപ്പാളുടെ പ്രതികരണത്തിൽ നിറയെ. സ്കൂളിലെ നിയമങ്ങളും നിബന്ധനകളും പാലിച്ചുകൊണ്ട് വിദ്യാർത്ഥിക്ക് സ്കൂളിൽ പഠിക്കാമെന്നും പ്രിൻസിപ്പൽ ആവർത്തിച്ചു. പിന്നാലെ വിദ്യാഭ്യാസ മന്ത്രി സ്കൂളിനെതിരെ വീണ്ടും പ്രതികരിച്ചു. കുട്ടിയുടെ മാനസിക വിഷമത്തിന് ഉത്തരവാദി സ്കൂൾ മാനേജ്മെന്റ് മാത്രമാണെന്ന് വി ശിവൻകുട്ടി കുറ്റപ്പെടുത്തി. സമവായ ചർച്ചയിൽ ഒതുങ്ങിത്തീരേണ്ടിയിരുന്ന വിഷയം സ്കൂൾ വിട്ടതോടെ സമൂഹ മാധ്യമങ്ങളിൽ പ്രതിലോലമായ ചർച്ചകൾ സജീവമാക്കി. രാഷ്ട്രീയ നേതാക്കളും പല രീതിയിലാണ് വിഷയത്തെ സമീപിച്ചത്. ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദത്തിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുള്ള CPIMന്റെ ശ്രമമാണിതെന്നാണ് BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ വാദം. തട്ടമിടാനുള്ള അവകാശം നിഷേധിക്കാൻ പാടില്ല എന്നാണ് SYS നേതാവ് അബ്ദുസമദ് പൂക്കോട്ടൂർ അഭിപ്രായപ്പെട്ടത്. എല്ലാ മതത്തിലുള്ളവർക്കും അവരുടെ താല്പര്യത്തിനനുസരിച്ച് വസ്ത്രം ധരിക്കാനുള്ള അവകാശമുണ്ടെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും വിഷയത്തിൽ പ്രതികരിച്ചു. ഹിജാബ് ധരിച്ച് കുട്ടിയെ ക്ലാസ്സിലിരിക്കാൻ അനുവദിക്കണം എന്നായിരുന്നു വിഷയം അന്വേഷിച്ച ചില വിദ്യാഭ്യാസ ഉപഡയറക്ടർമാരുടെ ഉത്തരവ്. എന്നാൽ ഇതിനെതിരെ സ്കൂൾ ഹർജി നൽകി. പക്ഷേ സ്കൂൾ മാനേജ്മെന്റിന് ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി കിട്ടി. ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം ഹൈക്കോടതി നിരസിക്കുകയാണ് ഉണ്ടായത്. വിഷയത്തിൽ മുതലെടുപ്പ് നടക്കുന്നതായി ആക്ഷേപം ശക്തമാണ്. സ്കൂളും സർക്കാരും ഒന്നിച്ചൊരു തീരുമാനമെടുക്കാൻ ഇനിയും വൈകിയാൽ ഒരു വിദ്യാർത്ഥിയുടെ പഠനത്തിനുള്ള അവസരമാണ് നഷ്ടപ്പെടുന്നത്. മതം എന്നും ഒരു ആയുധമാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക്. എന്നാൽ അതിലൊരു വിദ്യാർത്ഥിയുടെ ഭാവി കൂടി ഉണ്ടെന്നത് ചിന്തിക്കേണ്ടതുണ്ട്.